വൻ പരാജയവും ദുരന്തവുമായി മാറിയ ഒരു നിര മന്ത്രിമാരെ ഒഴിവാക്കാൻ ആലോചനകൾ സജീവം. പിണറായി വിജയൻ മാത്രമല്ല, സംസ്ഥാന മന്ത്രിസഭയിലെ 7 മന്ത്രിമാർ വൻ പരാജയമാണെന്ന പൊതുവിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള നീക്കം. പിണറായി മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരെല്ലാം നാടിന് ബാധ്യതയായിരിക്കുന്നുവെന്നാണ് പൊതുസംസാരം. വീണ ജോർജും ജോർജ് ജെ ചിഞ്ചു റാണിയും വകുപ്പുകൾ കൈകാര്യം ചെയ്തതിൽ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ലെന്ന വിലയിരുത്തലാണ് സർക്കാരിനും ഘടകകക്ഷികൾക്കുമുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ഭരണത്തിൽ നേട്ടമില്ലെങ്കിലും വിജയരാഘവന്റെ ഭാര്യ എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലുള്ള ബലവുമാണ് അവരുടെ നേട്ടം. ബിന്ദു മന്ത്രി പദവിയിൽ എത്തിയത് ഇത്തരത്തിലുള്ള സ്വാധീനത്തിലായിരുന്നു. അതേസമയം വീണയെ മാറ്റിയാൽ ഓർത്തഡോക്സ് സഭയിൽ എതിർപ്പുണ്ടാകുമെന്നും പത്തനംതിട്ട ജില്ലയിൽ തിരിച്ചടിയുണ്ടാകുമെന്നും CPM ഭയപ്പെടുന്നു. കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, AK അനിൽ, KN ബാലഗോപാൽ, V ശിവൻകുട്ടി, സജി ചെറിയാൻ, P പ്രസാദ് എന്നിവരുടെ പ്രവർത്തനങ്ങൾ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ല. ഓരോ മന്ത്രിക്കും പിന്നിൽ ജാതിയും പാർട്ടിയും ഉണ്ടെന്നതാണ് പരിമിതി. വന്യമൃഗ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും പരിഹാരം കണ്ടെത്തുന്നതിലും മന്ത്രി AK ശശീന്ദ്രൻ വൻ പരാജയമായിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാൻ വിവരവും വിദ്യാഭ്യാസവും വേണ്ടെന്നതിന് തെളിവായിരിക്കുന്നു ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ പ്രവർത്തനം. അക്കവും അക്ഷരവും കൂട്ടി വായിക്കാൻ പലപ്പോഴും ശേഷിയില്ലാത്ത V ശിവൻകുട്ടിയുടെ പ്രവർത്തനം കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്നു. കേരളത്തിന് ട്രോളാനുള്ള ഒരു താരമായിരിക്കുന്നു ആ മന്ത്രി. സംസ്ഥാനത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും ഭക്ഷ്യവും കൃഷിയുമൊക്കെ തകർന്ന് തരിപ്പണമാക്കിയ വകുപ്പുകളാണ്. മന്ത്രിമാരെ ഒഴിവാക്കുന്നതിൽ പിണറായിക്കും LDFനും പരിമിതികൾ ഏറെയാണ്. മുന്നണിയിലെ ഘടകകക്ഷികളുടെ തീരുമാനത്തിലാണ് മന്ത്രിമാരെ നിശ്ചയിച്ചു നൽകിയത്. വകുപ്പുകൾ വച്ചുമാറി ഒരു പരീക്ഷണം നടത്താമെന്ന ആലോചനയും LDF വേണ്ടെന്ന് വച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനത്തിന്റെ ഭാഗമായി കഴിവുകെട്ടവരെയും പ്രാപ്തിയില്ലാത്തവരെയും മാത്രം മന്ത്രിസഭയിൽ തിരികെ കയറ്റിയെന്നതാണ് വസ്തുത. കുടുംബവാഴ്ചയെ അതിശക്തമായി എതിർക്കുന്ന CPM പാർട്ടി എല്ലാവിധ നിലപാടുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയൻ മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. ഏതെങ്കിലും സാഹചര്യത്തിൽ പിണറായി രാജിവെക്കുകയോ പുറത്താവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന താല്പര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായത്. കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ടവരുടെയും അപ്രാപ്യമുള്ളവരുടെയും മന്ത്രിസഭ എന്ന ഖ്യാതി രണ്ടാം പിണറായി സർക്കാരിനുള്ളതാണ്. മലയാളം കൂട്ടി വായിക്കാൻ അറിവില്ലാത്തതും 4 വാക്ക് നന്നായി സംസാരിക്കാൻ കഴിവില്ലാത്തതുമായ 2 മന്ത്രിമാർ സംസ്ഥാന സർക്കാരിൽ ഇടം പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് കാരണമായത് പിണറായി വിജയന്റെ ധാർഷ്ട്യം മാത്രമല്ല, സർക്കാരിന്റെ ഭരണപരാജയം കൂടിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. ശരാശരിക്ക് താഴെയുള്ള ദുർബല സർക്കാരാണെന്നാണ് CPI പിണറായി സർക്കാരിനെ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന LDF ചർച്ചകളിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും CPI പിണറായി വിജയനെ തള്ളിപ്പറയുകയായിരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ ചർച്ചയിലും പിണറായി സർക്കാർ പരാജയമാണെന്നും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തോൽവിയുടെ അടിസ്ഥാന കാരണമെന്നും വിലയിരുത്തപ്പെട്ടു. ഇത്തരത്തിൽ ഒരു പ്രകടനവുമായി മുന്നോട്ടു പോയാൽ അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്ര തോൽവി LDFന് ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. പിണറായി രാജിവെച്ചാൽ KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന അഭിപ്രായം പാർട്ടി ചർച്ചകളിൽ ഉയർന്നെങ്കിലും പിണറായി വിജയൻ ഇതിന് തയ്യാറായില്ല. KK ശൈലജയെ കേരളത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് അയക്കാൻ പിണറായി താൽപര്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.